ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് കുട്ടികളെയും കൊണ്ട് ഒരു ഡേ ഔട്ടിന് വന്നിരിക്കുവാണ്. നമ്മുടെ പോപ്പുലർ ഫാം ഹൗസിലേക്കാണ്. ട്രിവാൻഡ്രം പള്ളിച്ചലുള്ള നമ്മുടെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്താണ് ഈ ഒരു ഫാം ഹൗസ് വരുന്നത്. മുതിർന്നവർക്ക് 100 രൂപയും 5 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. കണ്ടില്ലേ, ചെന്നപ്പോ തന്നെ പിള്ളേർ ഫുൾ എക്സൈറ്റഡ് ആണ്. മീനുകളെയും ആമയും പലതരത്തിലുള്ള പക്ഷികളും ഇഗ്വാനയും ഒക്കെ തന്നെ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും. ഇതേ കണ്ടോ, ഒരാള് ഇഗ്വാനനെ പോലെ നാക്കൊക്കെ നീട്ടി നോക്കുന്നുണ്ടേ. ഇതാണ് മീർക്കേറ്റ്. നമ്മുടെ കീരിയുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു സസ്തനിയാണ്. ഇനി നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരുപാട് തരത്തിലുള്ള പാമ്പുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് അതിനെ കയ്യിലെടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള അവസരമുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിട്ട് അവർ വളരെ കൗതുകത്തോടെയാണ് കേട്ടോ ഓരോ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കുന്നത്. ഇതൊരു യെല്ലോ കളർ ഇഗ്വാനയാണ്. ഈ ഒരു കുഞ്ഞൻ മഞ്ഞ തവളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് തൊട്ടടുത്ത് കിടക്കുന്നു ഇതേ ഒരു മഞ്ഞപ്പാമ്പ്. ഇവന്റെ പേരാണ് ആൽബിനോ ബ്രൂക്ക് കിങ് സ്നേക്ക്. അതിങ്ങനെ എര പിടിക്കുന്ന സ്റ്റൈലിൽ നാക്കൊക്കെ നീട്ടി കാണിക്കുന്നുണ്ട്. ഇവൻ മുട്ടയിടുന്ന ടൈപ്പ് ഒരു പാമ്പാണേ. നമ്മളിങ്ങനെ നിന്നപ്പോഴത്തേക്കും അവൻ വാ തുറന്ന് ഇങ്ങനെ, ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാഴ്ച ആയിരുന്നു കേട്ടോ. ഫുൾ വാ ഇങ്ങനെ തുറന്ന്, കാണുമ്പോൾ പേടി തോന്നുമെങ്കിലും ഇവരെ വിഷമില്ലാത്ത ടൈപ്പ് പാമ്പുകളാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ പാമ്പിന്റെ പുറത്ത് ഒരു സോക്സ് പോലെ ഒരു സംഭവം കാണുന്നുണ്ടോ? അത് സോക്സ് ഒന്നല്ല കേട്ടോ. ശരിക്കും ആ പാമ്പ് തൻ്റെ സ്കിന്ന് പൊഴിച്ച് കളയുന്ന ആ ഒരു പ്രോസസ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണിത്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവാം. കാണാത്തവർക്ക് വേണ്ടിയിട്ടും അറിയാത്തവർക്കും വേണ്ടിയിട്ടും ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. പാമ്പുകൾ പടം പൊഴിക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് സ്കിൻ ഷെഡിങ് അല്ലെങ്കിൽ മോൾട്ടിങ് എന്ന് പറയുന്നത്. അവരുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണിത്. ഇപ്പം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ വളർച്ചയ്ക്കനുസരിച്ച് നമ്മുടെ സ്കിന്നും വളരും അല്ലേ? എന്നാൽ പാമ്പുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. അവയ്ക്ക് ശരീരം വളരും, പക്ഷെ സ്കിന്ന് അതിന് ആനുപാതികമായിട്ട് വളരത്തില്ല. അതുകൊണ്ട് തന്നെ പഴയ സ്കിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കട്ടിയാവുകയും ഫെയ്ഡ് ആവുകയും ഒക്കെ ചെയ്യും. അപ്പം അത് ഈ പാമ്പ് എന്ത് ചെയ്യുന്നു, വളരെ റഫായിട്ടുള്ള എന്തെങ്കിലും ഒരു സർഫസിൽ പോയി തൻ്റെ ശരീരം ഇങ്ങനെ ഉരസും. അപ്പോൾ ആ ഒരു പഴയ സ്കിന്ന് ഇളകി തുടങ്ങും. പൊതുവേ അതിൻ്റെ തലയുടെ ഭാഗത്തുനിന്നാണ് കേട്ടോ ഈ സ്കിന്ന് ഇളകി തുടങ്ങുന്നത്. പിന്നീട് അതിൻ്റെ ശരീരത്തിൻ്റെ മൂവ്മെന്റ്സിനനുസരിച്ച് ഈ സ്കിന്ന് ഫുള്ളായിട്ട് ഇളകി പോകും. ആ ഒരു പ്രോസസ്സാണ് നമ്മളിപ്പോൾ കാണുന്നത്. വേറെ ഒരുപാട് തരം പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അങ്ങനെ കുറുമ്പന്മാരായിട്ടുള്ള കുറേ ആനിമൽസിൻ്റെ ഓരോരോ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ട് നമുക്ക് സമയം പോകുന്നതേ അറിയത്തില്ല. കൂടാതെ നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ആനിമൽസിനെ തൊടാനും അവരെ കൂടുതൽ നന്നായിട്ട് ഫീൽ ചെയ്യാനും കാര്യങ്ങൾ അറിയാനും ഒക്കെ ഉള്ള അവസരം അവിടെ ഉണ്ടേ. ഇതാണ് ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ്. അങ്ങനെ ഇവന്റെ കൂടെ ഓരോ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു നിന്ന് പിള്ളേർ കുറെ സമയം ഇവിടെ തന്നെ നിന്നു. അമ്മ എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു ക്യൂട്ട്നെസ് കേട്ടപ്പോൾ എനിക്ക് അവനോട് പ്രത്യേക ഒരു സ്നേഹം തോന്നി. പിന്നെ എല്ലാ അനിമൽസിനെ ഒന്നും നമ്മൾ പിള്ളേരെ കൊണ്ട് തൊടാനായിട്ട് എൻകറേജ് ചെയ്യിക്കണ്ട കേട്ടോ. ഇതിന്റെ കൈ ഉണ്ടോ, ശരിക്കും മനുഷ്യന്മാരുടെ കൈയുടെ വിരല് പോലെ തന്നെ ഇല്ലേ. സ്ക്യൂറൽ മങ്കിയാണ് ഇത്. അതുപോലെ വേറെയും കുറച്ച് കുഞ്ഞൻ മങ്കികളെയൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഇതാണ്
ഇവരുടെ ലക്കി എന്ന് പറയുന്ന ഒരു മക്കൗ. ഇതിൻ്റെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള അവസരമുണ്ട്. ഇതിനടുത്ത് നമുക്ക് നമ്മുടെ തോളിൽ വെക്കാം, കയ്യിൽ വെക്കാം, അങ്ങനെയൊക്കെ അവർ നമുക്കത് സെറ്റ് ചെയ്ത് തരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. വിച്ചുവിനായിരുന്നു കൂടുതൽ അത് ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. പിള്ളേർക്ക് പേടിയായിരുന്നു. പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ. അതേ നോക്കിക്കേ, എൻ്റെ മുഖം കാണുമ്പോഴും മനസ്സിലാവുന്നില്ലേ ചെറിയൊരു പേടിയില്ലാതില്ലാന്ന്. അത് കണ്ടോ, ഒട്ടകത്തിനെയും ഒട്ടക പക്ഷിനെയും ഒരേ ഫ്രെയിമിൽ നമുക്കിപ്പോൾ കാണാനായിട്ട് പറ്റും. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ഇതാണെന്നും ലോകത്തിലെ ഏറ്റവും സ്പീഡിൽ ഓടാൻ കഴിയുന്ന പക്ഷി ഇതാണെന്നും ലോകത്തിലെ ഏറ്റവും വലിയ മുട്ടയിടാൻ കഴിയുന്ന പക്ഷി ഇതാണെന്നും ഒക്കെ ഈ ഓസ്ട്രിച്ചിനെ കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് പിള്ളേരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത്രയും തൂവലൊക്കെ ഉണ്ടെങ്കിൽ ആൾക്ക് പറക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ചില സ്ഥലങ്ങളിൽ അലങ്കാര വസ്തുവായിട്ട് ഇങ്ങനെ ഫാഷൻ ഡ്രസ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ഈ ഒട്ടകത്തിന്റെ സവിശേഷമായിട്ടുള്ള ഹമ്പും അതിന്റെ കാലുകളൊക്കെ നമ്മൾ ശ്രദ്ധാപൂർവ്വം നോക്കുക. ഇവിടേക്ക് വരുമ്പോൾ നോക്കിക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് കൊയി കാർപ്പ് ഫിഷ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവരെ നമുക്ക് ഫീഡ് ചെയ്യാനുള്ള സൗകര്യം തന്നിട്ടുണ്ട്. നല്ല ഭംഗിയാട്ടോ. എല്ലാവരും ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ കാണാനൊരു രസമാണ്. ഇവിടെ കണ്ടോ, ഫിഷ് സ്പാ ചെയ്യാനായിട്ടുള്ള ഒരു സെക്ഷനാണ്. ആദ്യം ഈ കളർഫുൾ മീനുകളെയൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ നിന്നതാണ്. പക്ഷെ പിള്ളേർക്ക് പിന്നെ ഒരു ആഗ്രഹം ഒന്ന് ചെയ്തു നോക്കിയാലോ എന്ന്. ഒരു ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് കേട്ടോ. അതാ കേശുക്കുട്ടനെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. പിന്നീട് അവിടെ പിള്ളേരുടെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള സമയമായിരുന്നു. ഏതായാലും ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ വരെയല്ലേ, പിള്ളേരെയും കൊണ്ട് നിങ്ങൾ ഒന്ന് വന്ന് നോക്കിക്കേ. നല്ല പോലെ പിള്ളേർ എൻജോയ് ചെയ്യും, ഉറപ്പാണ്. അടുത്ത നമ്മുടെ പരിപാടിയാണ് ബേർഡ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, കിളികൾക്ക് കൊടുക്കാനായിട്ടുള്ള ഫീഡ് അവിടെ നിന്ന് തന്നെ നമുക്ക് തരുവേ. അപ്പൊ നമ്മളത് കയ്യിൽ വെച്ചിരിക്കുമ്പോഴത്തേക്ക് എല്ലാവരും നമ്മുടെ കയ്യിൽ വന്നിരുന്ന് ഇങ്ങനെ കൊത്തി കൊത്തി കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ പിള്ളേർക്ക് അതൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പോണ്ടിച്ചേരി പോയപ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഓറോവില് നമ്മൾ പോയ സമയത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുപോലെ ഫീഡ് ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സ്ഥലത്ത്, നമ്മുടെ തൊട്ടടുത്ത് തന്നെ, നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളപ്പോൾ കുട്ടികൾക്ക് അതൊരു നല്ലൊരു എൻജോയ്മെന്റ് തന്നെയാണ്. നമ്മുടെ പിള്ളേർ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളോട്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.